ഹേ ഗായ്സ്, വെൽക്കം ടു ഇഷ സ്പൈസി ടെസ്റ്റുകൾ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വളരെ സ്പെഷ്യൽ, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു മിക്സ് വെജിറ്റബിൾ കറിയാണ് തയ്യാറാക്കുന്നത്. ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പം തീർച്ചയായിട്ടും ഈ റെസിപ്പി സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. അപ്പോൾ റെസിപ്പി അതായത് ഈ ഒരു മിക്സ് വെജിറ്റബിൾ കറി നമ്മൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുക്കറിൽ തന്നെ എല്ലാം പ്രൊസീജിയർ ചെയ്യാം കേട്ടോ. കുക്കർ അടുപ്പത്ത് വെച്ചതിന് ശേഷം നമുക്കിതിലോട്ട് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഒരു കറുവപ്പട്ട, 4 ഏലക്കായ, 1/2 ടീസ്പൂണ് കുരുമുളക്, 1/2 ടീസ്പൂണ് നമ്മുടെ മല്ലിക്കൊത്ത്, 1/2 ടീസ്പൂൺ ജീരകം, ഒരു കുഞ്ഞ് ജാതിപത്രി, 2 ഗ്രാമ്പു. ഈ വക നമുക്ക് കുക്കറിലോട്ടൊന്ന് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഈ വകയെല്ലാം നന്നായിട്ടൊന്ന് റോസ്റ്റായി വന്നതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു 3 കാശ്മീരി ചില്ലിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ആ കാശ്മീരി ചില്ലിയും കൂടെ നന്നായിട്ടൊന്ന് വഴണ്ട് വന്നതിന് ശേഷം എരിവിൻ്റെ അനുസരിച്ച് 2 വത്തലമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ റോസ്റ്റ് ആയതിനു ശേഷം 1 ടീസ്പൂൺ ഓയിലൊന്ന് ചേർത്ത് നന്നായിട്ടത് വഴറ്റി കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലോട്ട് ഓപ്ഷനിലാണ്, ഞാൻ മഖാന ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ആഡ് ചെയ്തോളൂ. ഒരു 1/4 കപ്പ് മഖാന ആഡ് ചെയ്ത് കൊടുക്കാം. അതായത് നമ്മുടെ താമര വിത്ത്. കൂട്ടത്തിൽ ഒരു 2 മീഡിയം സൈസ് സവോള, നമ്മൾ ക്യൂബ്സ് ഒന്നും ആക്കുന്നില്ല, ഡയറക്റ്റ്ലി ഞാൻ ആഡ് ചെയ്യുന്നത്. ആ കൂട്ടത്തിൽ തന്നെ 2 മീഡിയം സൈസ് കിഴങ്ങ്, 2 മീഡിയം സൈസ് തക്കാളി, 2 ക്യാരറ്റ്, ഒരു 5-8 നമ്മുടെ ബീൻസ്. ഈ വക ആഡ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു 10 to 12 കാഷ്യൂനട്ടും ആഡ് ചെയ്ത് ആവശ്യമനുസരിച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ആ ഒരു മസാല, അതായത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആവുന്നിടം വരെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് 1 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്ക് ലിറ്റിട്ട് ക്ലോസ് ചെയ്ത് ഒരു വിസിൽ വരുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഒരു വിസിൽ വന്നതിന് ശേഷം നമ്മൾ ലിഡ് ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ നോക്കിക്കോളൂ, നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ എല്ലാം അതായത് വെജിറ്റബിൾസ് എല്ലാം കുക്കായി വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു സവോളയും ഈ കാര്യങ്ങളൊക്കെ നമുക്ക് പതിയെ ഒന്ന് എടുത്ത് വേറെ പ്ലേറ്റിലോട്ടൊന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. ആ ട്രാൻസ്ഫർ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ നമ്മുടെ തക്കാളിയുടെ ആ ഒരു തൊണ്ട ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വക എല്ലാം ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം നമുക്കൊരു മിക്സി ജാർ എടുക്കാം കേട്ടോ. മിക്സി ജാറിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന സവോള ആഡ് ചെയ്ത് കൊടുക്കാം. കൂട്ടത്തിൽ തന്നെ നമുക്ക് തക്കാളിക്കായും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ വക ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഒരു മസാലക്കൂട്ടൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ടല്ലോ. ആ സമയം കൊണ്ട് നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാൻ അതായത് നമ്മുടെ ബീൻസ് നമ്മൾ നീളത്തിൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ശേഷം നമ്മുടെ ക്യാരറ്റും അതായത് നമ്മുടെ കിഴങ്ങും പൊട്ടറ്റോസ് എല്ലാം നമുക്ക് ക്യൂബ്സ് ആക്കി നമുക്കൊന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ച് കൊടുക്കാം. വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് മിക്സി ജാറിലോട്ട് നമ്മൾ തണുക്കാൻ വെച്ചിരിക്കുന്ന ആ ഒരു കുക്കറിലെ മസാലക്കൂട്ട് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് ഒരു മഷി രൂപത്തിൽ നമുക്ക് ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കടായി അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ഇനി നമ്മുടെ വളരെ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും കേട്ടോ ഈ കറി. നമുക്ക് ആ ഒരു കടായിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലൊന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം ആദ്യം നമുക്ക് കിഴങ്ങും ക്യാരറ്റും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ആ ഒരു ഓയിലിൽ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. നമ്മുടെ കിഴങ്ങും ക്യാരറ്റും നന്നായിട്ടൊന്ന് വഴണ്ട് വന്നതിന് ശേഷം നമ്മൾ ഇതിലോട്ട് ഒരു പിടി ഗ്രീൻ പീസ്, ഫ്രോസൺ ഗ്രീൻ പീസാണ് കേട്ടോ ഞാൻ ആഡ് ചെയ്യുന്നത്. അതും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് കുറച്ച് പനീർ ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് വെജിറ്റബിൾസ് നിങ്ങൾക്ക് താല്പര്യം അതൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. കോളിഫ്ലവർ ആഡ് ചെയ്യാം, ക്യാപ്സിക്കം ആഡ് ചെയ്യാം, അത് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. ഞാനിവിടെ കുറച്ച് എന്താ പറയുക പനീർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ നന്നായിട്ടൊന്ന് വാട്ടിയതിന് ശേഷം ഞാൻ ലാസ്റ്റാണ് നമ്മുടെ ബീൻസ് ആഡ് ചെയ്യുന്നത്. ബീൻസ് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബീൻസും ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് വാട്ടി കൊടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് ഇതൊന്ന് പ്ലേറ്റിലോട്ടൊന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അതേ സെയിം കടായിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലൊന്ന് ചേർത്ത് കൊടുക്കാം. ഓയിൽ ഏകദേശം നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം ഞാൻ ഇതിലോട്ട് ഒരു ബേ ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശേഷം നമുക്കിതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ആ കൂട്ടത്തിൽ തന്നെ നമുക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ വക എല്ലാം ആ ഒരു പച്ചമണം മാറുന്നതിന് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു തക്കാളിയും സവോളയുടെ ഒക്കെ പേസ്റ്റ് നമുക്ക് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അധികം കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം ഇത് ഓൾറെഡി നമ്മൾ കുക്കായി വന്ന വെജിറ്റബിൾസ് ആണ്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ലൊരു ബോയിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം നമുക്കിതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം.
വെജിറ്റബിൾസ് എല്ലാം ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആ മസാലക്കൂട്ടിലെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആവുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ആയതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ഒരു പച്ചമുളക്, ഗ്രേവിയുടെ തിക്നെസ് അനുസരിച്ച് നല്ല തിളച്ച വെള്ളം നമുക്ക് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് ആവശ്യാനുസരിച്ച് ഉപ്പും ആഡ് ചെയ്ത് നല്ലൊരു ബോയിൽ വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. നല്ലൊരു ബോയിൽ വന്നതിന് ശേഷം ഇതിലോട്ട് കുറച്ച് മല്ലിയിലയും ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതാ നോക്കിക്കോളൂ, അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് സർവിംഗ് ബൗളിലോട്ട് സർവ് ചെയ്ത് കൊടുക്കാം. അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു കറി നമുക്ക് എന്തിൻ്റെ ഒപ്പം കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നമ്മുടെ ഇന്നത്തെ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ഫോളോയിങ് കൂടെ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അടുത്ത നല്ലൊരു റെസിപ്പി കൊണ്ട് വരുന്നവരെ എല്ലാവരും സ്റ്റേ ട്യൂൺഡ്, ബി ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ.